തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. എല്ലാവരും പ്രചാരണത്തിന്റെ തിരക്കിലാണ്. സോഷ്യൽ മീഡിയ സജീവമായ ഇക്കാലത്ത് വ്യത്യസ്ത രീതികൾ പലരും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. പാരഡി ഗാന നിർമ്മാണ രംഗത്ത് 30 വർഷം പിന്നിടുന്ന ഹാരിസ് കാടപ്പടിയുടെ ടീം സാരംഗിനെ ഒന്ന് പരിചയപ്പെടാം. നാടിനെ വികസനത്തിന്റെ വിസ്മയ ഭൂമിയാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വന്ന അധികാര രാഷ്ട്രീയത്തിനും അധാർമിക 15-ൽ പരം പ്രശസ്ത ഗായകന്മാർ, 8ഓളം മെയിൽ ആൻഡ് ഫീമെയിൽ അനൗൺസർമാർ, 5 ഗാനരചയിതാക്കൾ, 4 സൗണ്ട് എഞ്ചിനീയർമാർ, 3 ഷിഫ്റ്റുകളിലായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് സാരംഗ്. ഇക്കാലമത്രയും ഒരു കക്ഷിക്കും പ്രത്യേകം പക്ഷപാതം കാണിക്കാത്തതുകൊണ്ടുതന്നെ നേർക്കുനേർ തമ്മിൽ മത്സരിക്കുന്ന ഇരു കക്ഷികളും പ്രചരണ ഗാനങ്ങൾക്ക് ടീം സാരംഗിനെ ബന്ധപ്പെടുന്നുവെന്നതും സാരംഗിനെ വേറിട്ട് നിർത്തുന്നു. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ പെരുവള്ളൂരിലെ 9ാം വാർഡിൽ മത്സരിച്ച 6 സ്ഥാനാർത്ഥികളും ടീം സാരംഗിനെ തന്നെ പ്രചാരണ ഗാനങ്ങൾക്കും അനൗൺസ്മെന്റുകൾക്കും ഏൽപ്പിച്ചു എന്നത് അതിനൊരു ഉദാഹരണം മാത്രം. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരഡി പാട്ട്, അതിൽ തന്നെ റീൽസിലെത്തിയ കാര്യങ്ങൾ, വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോകളാണ്, സോങ്ങുകളാണ് വേണ്ടി വരിക. അപ്പോൾ നമ്മൾ തന്നെയാണെങ്കിൽ ഓലൻ്റെ കേസറ്റ് തുടങ്ങിയിട്ടുള്ള ആ കാലത്ത് തുടങ്ങിയാണ്. ഇതിപ്പോൾ 30ാമത്തെ വർഷമാണ്, 6ാമത്തെ ഇലക്ഷനാണ്. അപ്പോൾ അന്നത്തെ കാലമല്ല ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് പാട്ടുകൾ വേണം. ഏത് പാട്ടുകളാണെങ്കിലും ഇവിടെ ചെയ്തു കൊടുക്കും. കരോക്കെ ഇല്ലാത്ത പാട്ടാണെങ്കിൽ നമ്മൾ കരോക്കെ ഉണ്ടാക്കിയിട്ട് ആവശ്യപ്പെടുന്ന ട്യൂണിൽ നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് സുസജ്ജമായിട്ടുള്ള ഒരു സംഘം പാട്ടുകാരുണ്ട്, 2-3 ബാച്ചിലുള്ള സൗണ്ട് എഞ്ചിനീയർമാരുണ്ട്. 24 മണിക്കൂറും ഇവിടെ 3 ബാച്ചിലായിട്ടാണ് ഇവിടെ വർക്ക് എടുക്കുക. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പാട്ടുകാർ, ഗായകന്മാർ നമുക്കുണ്ട്. അതേപോലെ എഴുത്തുകാരും 2-3 ആളുകളുണ്ട്. ഏത് സമയത്തും പാട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മളെ പഞ്ചായത്തിൽ തന്നെയുള്ള 9ാം വാർഡിൽ 6 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ഈ 6 സ്ഥാനാർത്ഥികളും എന്നെ തന്നെയാണ് പാരഡി പാട്ട് ഉണ്ടാക്കാനും അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യാനും ഏൽപ്പിച്ചത്. അതെന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അത്രയും നമ്മൾ ഒരു പക്ഷപാതം കാണിക്കാതെ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നുള്ളത് അവർക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. അവർക്കൊക്കെ എൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് അറിയും ചെയ്യാം. എന്നാലും നമ്മളെ ജോലിയിൽ ഈ ഒരു രാഷ്ട്രീയം പക്ഷപാതം കാണിക്കാറില്ല. അപ്പം ഇത്രയും കാലത്തെ ഈ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് പഴയ കാലത്തെ പാട്ടുകളും പുതിയ കാലത്തെ ട്രെൻഡ് പാട്ടുകളും ചെയ്തു കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പോഴും പുതിയ പാട്ടുകളാണ് കൂടുതലും ആവശ്യപ്പെടുന്നത്. ട്രെൻഡ് പാട്ടുകൾ ഏത് പാട്ടാണെങ്കിലും സുസജ്ജമാണ് നമ്മളെ ടീം സാരംഗ്. അന്ന് ഓലയിൽ നിന്ന് തുടങ്ങി ഇന്ന് റീലിൽ എത്തി നിൽക്കുന്നു പാരഡി ഗാന നിർമ്മാണങ്ങളുടെ ജൈത്രയാത്ര. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ, മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.